സത്യം പറഞ്ഞാൽ ഒരു തൃശൂർ പൂരത്തിന്റെ പേരിലാണ് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി പട്ടം കെട്ടിനിൽക്കുന്നത്. പൂരത്തോടനുബന്ധിച്ച വാഗ്ദാനം തന്നെയാണ് നേതാവിന്റെ വിജയത്തിന്റെ മൂലകാരണം എന്നു തന്നെ പറയാം. ഏതായാലും വമ്പൻ ഒരുക്കങ്ങൾ തന്നെ നടത്താനുള്ള പുറപ്പാടിലാണ് നേതാവ്. ഇത്രയും വലിയ ദുരന്തം കേരളത്തിൽ നടന്നിട്ടും ഒരു കുറവും വരുത്താതെ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് താരം. അതിനായി പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി. ഇത്തവണത്തെ തൃശൂർ പൂരത്തിൽ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയും പ്രശ്നങ്ങളും ഉണ്ടായ സാഹചര്യത്തിലാണ് പ്രത്യേക യോഗം വിളിച്ചത്. ജനങ്ങളുടെ സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് അടുത്ത തവണ പൂരം നടത്തിപ്പ് സുഗമമാക്കുന്നതിനുള്ള തീരുമാനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. തൃശൂർ പൂരം പഴയ പെരുമയോടെ നടത്തുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അവകാശമാണ്. സംഘർഷങ്ങളൊന്നുമില്ലാതെ തൃശൂർ പൂരം മനോഹരമായി നടത്തിയിരുന്ന, അത് കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഹിതകരമല്ലാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി. പൂരം ജനങ്ങളുടെയും പൂരപ്രേമികളുടെയും അവകാശമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് നടൻ ഇങ്ങനെ പ്രതികരിച്ചത്. പൂരത്തിന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകൂ. അത് നിയമമാണ്. എന്നാൽ അതിനകത്ത് വൈകാരിക ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ അത് മാറണം. കോടതിയെ ഈ വിഷയം ധരിപ്പിക്കാനും സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തി പൂരം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇന്ന് യോഗം വിളിച്ചത്. ഇതുപോലെ 4-5 യോഗങ്ങൾ ഇനിയും ഉണ്ടാകും. ജനങ്ങളുടെ ഉത്സവമായി പൂരത്തെ മാറ്റണം. ഇക്കാര്യം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സംഘത്തെ തന്നെ അയച്ചിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കളും ശബ്ദവും വെളിച്ചവും മറ്റുമായി ബന്ധപ്പെട്ട വിദഗ്ധർ എന്നിവരെയൊക്കെ അയച്ചിട്ടുണ്ടെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. യോഗത്തോടെ തൃശൂർ പൂരം വെടിക്കെട്ടിന് പുതിയ ക്രമീകരണങ്ങൾ കൊണ്ടുവരാനുള്ള ചർച്ചകളും തുടങ്ങി. പെസോ ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ, കമ്മീഷണർ, ദേവസ്വം ഭാരവാഹികൾ എന്നിവരുടെ സംയുക്ത യോഗമാണ് തൃശൂരിൽ നടന്നത്. പൂരം വെടിക്കെട്ട് പൊതുജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് ചർച്ച. സുരക്ഷിതമായി സ്വരാജ് റൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണുന്നതിന് ഹൈക്കോടതിയുടെ അനുമതി തേടാൻ വേണ്ട നിയമ ഭേദഗതികളും യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. വെടിക്കെട്ട് സംബന്ധിച്ച നിലവിലെ നിയമപരമായ തടസ്സങ്ങൾ പെസോ ഉദ്യോഗസ്ഥർ യോഗത്തിൽ അവതരിപ്പിച്ചു. ജില്ലാ കളക്ടറും കമ്മീഷണറും കഴിഞ്ഞ വർഷങ്ങളിൽ വെടിക്കെട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വെടിക്കെട്ട് പഴയ പോലെ ആസ്വദിക്കാൻ ആളുകൾക്ക് കഴിയണമെന്നതാണ് യോഗത്തിൽ ഉയർന്ന പൊതുവികാരം. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങേണ്ടതുണ്ട്. സ്വരാജ് റൗണ്ടിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ വെടിക്കെട്ട് ആസ്വദിക്കാൻ ആളെ നിർത്താനാണ് ശ്രമം. അതേസമയം കഴിഞ്ഞ തവണത്തെ പൂരത്തിൽ പോലീസ് ഇടപെടൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. രാത്രി പൂരത്തിനിടെ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെക്കാൻ തീരുമാനിക്കുകയുണ്ടായി. പൂരപ്പന്തലിലെ ലൈറ്റുകൾ അണയ്ക്കുകയും വെടിക്കെട്ട് അനിശ്ചിതത്വത്തിലായി മാറുകയും ചെയ്തത് പൂരത്തിന്റെ ശോഭ തന്നെ കെടുത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ നടന്ന തൃശൂർ പൂരത്തിൽ അനിശ്ചിതത്വം ഉണ്ടായപ്പോൾ സുരേഷ് ഗോപി ഇടപെട്ടു. പോലീസിന്റെ അനാവശ്യ ഇടപെടലാണ് പ്രശ്നങ്ങൾ വഷളാക്കിയതെന്ന് വിമർശനം ഉയർന്നതോടെ സർക്കാരും ഇടപെട്ടു. നേരത്തെ പൂരം അട്ടിമറിക്കപ്പെടാനുണ്ടായ സാഹചര്യം അന്വേഷിക്കുന്നതിന് ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ ഉൾപ്പെടെ നിയോഗിച്ചിരുന്നു. നേരത്തെ കമ്മീഷണർ അങ്കിത് കുമാർ പൂരക്കാരെ തടയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. അനാവശ്യ നിയന്ത്രണങ്ങൾ പോലീസ് കൊണ്ടുവന്നതാണ് പൂരം പ്രതിസന്ധിയിലാക്കിയതെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ മുഖ്യമന്ത്രി നടപടി നിർദ്ദേശിച്ചിരുന്നു.